ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റൽ പറയുമ്പോൾ എത്ര മാനേജ് സച്ച് വേസ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് വളരെയധികം മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതൊരു ക്രൂഷ്യൽ ആവശ്യം തന്നെയാണ്. കാരണം എന്താ, വേസ്റ്റ് ഉണ്ടായാൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ സറൗണ്ടിങ്സ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ സൂക്ഷിക്കണം പറയാൻ കാരണം എന്തിനായിരിക്കാം നമ്മൾ അങ്ങനെ കൂടുതൽ പറയാം? എന്തിനാണ് വേസ്റ്റ് സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം, നമ്മൾ ഹൈജീനിക് ആയിട്ട് എപ്പോഴും വർത്തിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? ടു അവോയ്ഡ് ഡിസീസസ് ആൻഡ് ഇൽനെസ് അല്ലെ. പല രോഗങ്ങളും പല രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുക, പെരുകുക അല്ലെ, ഇൻക്രീസ് ചെയ്യുക, അതിനെയൊക്കെ മൾട്ടിപ്പിൾ ഈ ബാക്ടീരിയാസ് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും, പെരുകും. അത് മോസ്കിറ്റോസ് അതുപോലെ തന്നെ അതൊക്കെ ഇതുപോലെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ അലസമായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് ഇത്തരം ബാക്ടീരിയാസോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ജീവിയായിട്ടുള്ള മോസ്കിറ്റോസ്, പിന്നെ ഫ്ലൈസ് അല്ലെ, റാറ്റ്സ്, ഇതൊക്കെ ഒരുപാട് പെരുകാൻ സാധ്യതയുണ്ട്. ആൻഡ് വിച്ച് വിൽ കോസ് സം ടൈപ്സ് ഓഫ് ഇൽനെസ്, ഒരുപാട് രോഗങ്ങൾ അതനുസരിച്ച് സ്പ്രെഡ് ആകാനും സാധ്യതയുണ്ട്. സോ അങ്ങനെ അത് ഇല്ലാതാക്കാൻ ഒഴിവാക്കാനാണ് നമ്മളോട് ഒരുപാട് ആവുമ്പോ എപ്പോഴും നമ്മളുടെ ഹെൽത്തുകളിൽ നിന്നും ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് തരും. ഇടയ്ക്കിടയ്ക്ക് അവരത് സൂപ്പർവൈസ് ചെയ്യാൻ വരും. എന്ത്, നമ്മുടെ വീടുകളിലൊക്കെ ചിരട്ട അല്ലെങ്കിൽ ബോട്ടിൽസിന്റെ ഒക്കെ ക്യാപ്പ് അല്ലെങ്കിൽ എന്താ പറയാ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ വിച്ച് ക്യാൻ ഹോൾഡ് വാട്ടർ, വെള്ളം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എന്ത് സാധനങ്ങളും കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളോട് കമിഴ്ത്തിയിടാൻ പറയും. മാക്സിമം നമ്മൾ അതിനെയൊക്കെ മാറ്റി എവിടെയെങ്കിലും അടക്കി പറക്കി കൂട്ടിയിടുക. അല്ലെങ്കിൽ ഇതൊക്കെ മലർന്ന് കിടക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ മോസ്കിറ്റോസ് വന്ന് എഗ്സ് ഇട്ട് അവിടെ നിന്ന് മൾട്ടിപ്പിൾ ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊതുകുകൾ മൂലം ഉണ്ടാകുന്ന പല രോഗങ്ങളും, കൊതുകുകൾ സ്പ്രെഡ് ചെയ്യുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയാ സ്പ്രെഡ് ആകാനും പല എപ്പിഡമിക്സും എന്താ പറയാ ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ടു അവോയ്ഡ് ഈച്ച് ആൻഡ് എവറി തിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടണം. അപ്പൊ അത് മഴക്കാലത്തൊക്കെ അങ്ങനത്തെ ഇൻഫർമേഷൻസ് നമുക്ക് തരാറുണ്ട്. അവയർനെസ് ക്ലാസ്സുകൾ ചില എന്താ പറയാ ഗ്രാമസഭകളൊക്കെ വഴിയിട്ട് ആളുകളെ അറിയിക്കാനോ വീടുകളിൽ വന്ന് അവർ ഇൻസ്ട്രക്ഷൻസ് തരാനോ, നമ്മുടെ എന്താ പറയാ കിണറുകളൊക്കെ എപ്പോഴും ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്ലീച്ചും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അതിനെ ക്ലോറിനൈസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരാൻ അവർ നേരിട്ടും തന്നെ വരാറുണ്ട്. അപ്പൊ ഇതുപോലെ എപ്പോഴും നമ്മൾ ഹൈജീൻ ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് ഒരു 90% വി ക്യാൻ അവോയ്ഡ് ഡിസീസസ്. നമുക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ പലതും സ്പ്രെഡ് ചെയ്യുന്നത് ഒരു 90% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. സോ ഇൻ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽസിലും. കാരണം ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യൻസ്, പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ട് വരുന്ന രോഗികളാണ് ഹോസ്പിറ്റൽസിൽ വരുന്നത്. സോ അവര് ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോ അവരുടെ ഒപ്പം ആ എന്താ പറയാ രോഗാണുക്കളും അവരുടെ കൂടെ ഉണ്ട്. അപ്പൊ അവിടെ എന്താ പറയാ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന നഴ്സുമാര്, അവരെ എന്താ പറയാ വല്ല ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റുകളൊക്കെ ആണെങ്കിൽ ക്ലിനിക്കൽ ലാബിൽ വർക്ക് ചെയ്യുന്നവര്, നഴ്സിംഗ് സ്റ്റാഫ്സ്, മറ്റ് ആരൊക്കെയോ ആയിട്ടാണോ ഇവര് കോൺടാക്റ്റിൽ വരുന്നത്, ഇവരെല്ലാവരും എപ്പോഴും വളരെയധികം അലേർട്ട് ആയിട്ടിരിക്കണം. ഇത്തരം ഡിസീസസ് ഇവരിലൂടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ആളുകളെ ബാധിക്കും. അവിടുത്തെ വർക്കേഴ്സിനെ, എംപ്ലോയീസിനെ, ജോലിക്കാരെ, സ്റ്റാഫിനെയൊക്കെ ബാധിക്കും. അത് ഭയങ്കര ഒരു എന്താ പറയുക ത്രെട്ടായി മാറും, ഭയങ്കര ഒരു ഭീഷണിയായിട്ട് മാറും. കാരണം രോഗത്തെ ചികിത്സിക്കുന്ന രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അത്തരം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അതൊക്കെ കുറച്ച് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റേജ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ എന്താ പറയാ മാനേജ് ചെയ്യേണ്ടത് വളരെ നെസസറിയാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ഒരു ചാപ്റ്റർ വേസ്റ്റ് കനോട്ട് ബി അവോയ്ഡ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഹോസ്പിറ്റൽസിലും ഇത്തരം വേസ്റ്റുകളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോളിൽ നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല കൺട്രോൾ. പക്ഷേ അത് കൺട്രോൾ ഒതുങ്ങുന്നതല്ല എങ്കിൽ കൂടി അതിന്റെ ആ ഇൻക്രിമെന്റ് ഒരു കുറച്ചൊക്കെ നമ്മളുടെ അശ്രമൂലം ഉണ്ടാകുന്നതോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടെയ്നർ ദെൻ ഇറ്റ് ഹോൾഡ്സ് സം ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് which are spoiled, അതായത് ചീത്തയായിട്ടുള്ള മോശമായ ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ
ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ലീക്കേജ്, അത് ലീക്ക് ചെയ്തോ, നമ്മൾ നന്നായിട്ട് അതിന്റെ ക്യാപ്പ് എന്താ പറയാ അടച്ചിട്ടില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ ഒരു പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് ഒരു ദ്വാരം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പോകുന്നത് നമ്മൾ അവരെ ശ്രദ്ധിച്ചില്ല, പക്ഷെ വേസ്റ്റ് മുഴുവൻ ഇങ്ങനെ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാം. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ സ്പില്ലേജ് വേസ്റ്റുകളാണ്. ഇത്തരം ലീക്കേജസ് കൂടെ ഉണ്ടാകുന്നതൊക്കെ വേസ്റ്റുകളാണ്. അപ്പൊ ഇത്തരം വേസ്റ്റുകളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഹോസ്പിറ്റൽസിൽ എന്താ പറയാ, ഹോസ്പിറ്റൽസിനകത്ത് ലബോറട്ടറീസ്, പിന്നെ എന്താ പറയാ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പല ഫെസിലിറ്റീസും നമ്മുടെ ഹോസ്പിറ്റലിനകത്തുണ്ട്. അവിടെ നിന്ന് നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും സം കൈൻഡ് ഓഫ് വേസ്റ്റ് ഓർ ഗാർബേജസ്, ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിലുണ്ട്, പല ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ട്, ലബോറട്ടറീസിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ബട്ട് ഇവിടെ ഈ സ്പില്ലേജ് വേസ്റ്റ് ഹാസ് ടു ബി കൺട്രോൾഡ്. ഇതിനകത്ത് ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, നമ്മുടെ അല്ലെ, അത് കെമിക്കൽ ഇതൊക്കെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ദേ ആർ മോസ്റ്റ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. ഇവ എന്ന് പറയുന്നത് ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതലും നമുക്ക് എന്താ പറയാ ഹാംഫുൾ ആണ്, ഡേഞ്ചറസ് ആണ്. സോ ഇറ്റ് ഹാവ് ടു ബി മാനേജ്ഡ്. അപ്പോൾ ജെന്യുവൻ മാനേജ്മെന്റ് ഓഫ് സച്ച് വേസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് ടു പ്രൊട്ടക്ട് ദ പീപ്പിൾ. അതായത് പേഷ്യൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഹോസ്പിറ്റലിന്റെ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യാനും സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജെന്യുവിൻ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ജെന്യുവിൻ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ശ്രദ്ധിച്ച് മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ ലീക്കുകൾ ഉണ്ടാകാം. ലീക്കുകൾ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത് കുറെ കൂട്ട് ലീക്ക് ചെയ്ത് പോയപ്പോഴേക്കും, അപ്പോഴേക്കും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടപ്പോഴേക്കും ഒരുപാട് അതിൽ നിന്ന് ലീക്ക് ചെയ്യുകയും പലതരത്തിലുള്ള ഡിസീസസിന് കാരണമാകുന്ന ബാക്ടീരിയാസ് ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. ഇനി ലീക്കേജ് വേസ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഇതൊരു റിസ്ക് ആണ്. ആർക്ക്? ഹെൽത്ത് കെയറിനകത്ത് വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്ക് മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഇത് ഒരാളെ മാത്രമല്ല ബാധിക്കുന്ന ഈ ഒരു കാര്യം, ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ ടോട്ടൽ ബാധിക്കുന്നതാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ഫ്രം ദ ബോട്ടം ലെവൽ ടു ദ ടോപ്പ് ലെവൽ, താഴേക്കിടയിലുള്ള ജോലിക്കാര് അല്ലെ, എന്താ പറയാ വളരെയധികം താഴ്ന്ന ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും താഴ്ന്ന ജോലി എന്ന് പറയുന്നത് ഫ്ലോർ ക്ലീനിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് തുടങ്ങി ഏറ്റവും ടോപ്പില് മാനേജ് ചെയ്യുന്ന ആളുകൾ വരെ അവർക്ക് എന്താ പറയാ ഇതുകൊണ്ടുണ്ടാകുന്ന ഈ ലീക്കേജ് കൊണ്ടുണ്ടാകുന്ന റിസ്കുകളെ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഷുഡ് ബി അത് ഒരു എന്താ പറയാ ടു ദ എൻവയോൺമെന്റ്. ഇത് ഭീഷണിയാണ് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയോൺമെന്റിന്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് മാനേജ്ഡ് പ്രോപ്പർലി, എങ്ങനെയല്ല എങ്കിൽ നന്നായി മാനേജ് ചെയ്തില്ല എങ്കിൽ, അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് ഷുഡ് ബി കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ഇൻ എ ജെനുവിൻ മാനർ. വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു മാനറിലായിരിക്കണം ഇത് കൺട്രോൾ ചെയ്യേണ്ടത്. Otherwise it will be harmful to the whole health care system. അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ മൊത്തത്തിൽ അത് ബാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം? സക്സസ്ഫുൾ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് ക്യാൻ ബി, നമുക്ക് വളരെ നല്ല രീതിയിൽ വിജയപ്രദമായിട്ടൊക്കെ നമുക്ക് ഇതിനെയൊക്കെ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാൻ പറ്റും. അതിന് എന്താ പറയാ, there should be a plan for a proper place for the leakage. അപ്പൊ ഇത്തരം ലീക്കേജുകളോ വേസ്റ്റേജുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എവിടെയാണ് നമ്മൾ ഇതിനെ ഡിസ്പോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്യണം, അതിനെ കുറിച്ച് ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം ടു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ആരാണോ അവർക്ക് അതിനെ കുറിച്ച് നല്ല ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. മാത്രമല്ല അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ആരാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി കാര്യമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടോ, ദേ ആർ നോട്ട് യൂസിങ് ദ റെസ്പോൺസിബിലിറ്റി ടു കൺട്രോൾ ദിസ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഈച്ച് ആൻഡ് എവരി പേഴ്സൺസിനുണ്ട്. വർക്കേഴ്സ് തുടങ്ങി ടോപ്പ് ലെവലിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. ചില ഹോസ്പിറ്റൽസിൽ ഇതൊക്കെ കെയർ ചെയ്യാനായിട്ടേ, ഇപ്പൊ നമ്മൾ ഇവിടങ്ങളിലൊക്കെ നമ്മളുടെ അടുത്ത്, അതായത് വളരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട്, രാജഗിരി പോലെയുള്ള അവിടെയൊക്കെ നമ്മളുടെ വീടുകളിൽ നിന്ന് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകില്ല. ഇപ്പൊ രോഗി പേഷ്യന്റ് ഉണ്ട്, അവിടെ ദേ ആർ ഇൻപേഷ്യന്റ്, അവിടെ കിടത്തി ചികിത്സിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് അപ്പൊ പുറത്തൊക്കെ വാങ്ങിച്ചു കഴിയാൻ പൈസ അതൊന്നും പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ഒരു സാധനം നമ്മളുടെ ബാഗ് ചെക്ക് ചെയ്തിട്ട് അവര് അകത്തോട്ട് കയറ്റിയിടും. നോ എനി ഫുഡ് ഐറ്റംസ് ആർ അലൗഡ്. അവിടെ ഒരു തരത്തിലുള്ള ഫുഡ് ഐറ്റംസ്, ചെറിയൊരു സംഭവം പോലും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാം. ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. വെൻ വി ക്യാരി ദം ഇൻ പോളിത്തീൻ ബാഗ്സ്, അത് പ്ലാസ്റ്റിക് കവേഴ്സിലോ പോളിത്തീൻ ബാഗുകളിലൊക്കെയാണ് നമ്മളത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതെങ്കിൽ അവർ അലൗ ചെയ്യില്ല, നമ്മളെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. കാരണം
ഡയറ്ററി ഫുഡ്സ് ടു ദം. അവർക്ക് അവരുടെ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം അവിടെ പേഷ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. Even if we cannot afford it, നമ്മൾക്ക് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല എങ്കിലും ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദെയർ റൂൾസ് ആൻഡ് റെഗുലേഷൻ. അവരുടെ ഹോസ്പിറ്റൽസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു അവോയ്ഡ് വേസ്റ്റേജ്. ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഒരുപാട് കുറയ്ക്കുന്ന ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചില ഹോസ്പിറ്റൽസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ എന്താണ്, ഈ എല്ലാ ഹോസ്പിറ്റൽസിനും എല്ലാ സ്റ്റാഫിനും ഈച്ച് ആൻഡ് എവരി സ്റ്റാഫിന് അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൻഡ് അറ്റ് ടൈംസ് ദേ ഹാവ് ടു ബി ട്രെയിൻഡ്. ഈ സ്റ്റാഫ്സിന് ഇടയ്ക്ക് ഈ െ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും അവർ ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രെയിനിങ്ങും ഈ പറയുന്ന സ്റ്റാഫിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ they can make some arrangements. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അവർക്ക് എന്താ പറയാ, ഈ മെറ്റീരിയൽസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഈ വേസ്റ്റേജുകൾ കൺട്രോൾ ചെയ്യാനും പ്രോപ്പർലി ഇതെല്ലാം ഡിസ്കാർഡ് ചെയ്യാനും വേസ്റ്റുകളൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, ഡിസ്കാർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിനെ ഇല്ലാതാക്കാം വേസ്റ്റുകളെ, അതൊക്കെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് പോളിസീസ് അനുസരിച്ച് അവർക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പോലെയുള്ള ട്രെയിനിങ്സ് വിൽ ഹാവ് ടു ബി ഗിവൺ. ട്രെയിനിങ് കൊടുക്കണം സ്റ്റാഫ്സിനൊക്കെ. സ്പില്ലേജ് ഓഫ് വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലീക്കേജ് വേസ്റ്റ് ആണ്. നമ്മൾ അറിയാതെ ഇപ്പൊ കുറെ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നത് നമുക്കറിയാം, ഇത് ലീക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ലീക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ചിലപ്പോൾ ഗ്യാസ് രൂപത്തിലുള്ളതാകാം, ലിക്വിഡ് രൂപത്തിലുള്ളതാകാം, അങ്ങനെയാണ് ലീക്ക് വരിക. പിന്നെ ബൈ യൂസ് നമ്മൾ ഒരു കണ്ടെയ്നറിൽ മറ്റൊരു കണ്ടെയ്നറിലേക്ക് എന്താ പറയാ അതിനെ പകർത്തുമ്പോഴാകാം, അങ്ങനെയൊക്കെ വേസ്റ്റേജ് വരും. അപ്പൊ അത്തരം വേസ്റ്റുകൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ് ബൈ വിത്ത് റിഗാർഡ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോളിസീസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിന്റെ റൂൾസും റെഗുലേഷൻസും പോളിസീസും അനുസരിച്ച് വേണം അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇനി എന്തൊക്കെയാണ് റിസ്ക്സ് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റേജ്? ഈ ഇത്തരം വേസ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അപകടങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ റിസ്ക് ഉണ്ട് നമുക്ക്? ഇങ്ങനെ ഇത്ര വേസ്റ്റ് കഴിഞ്ഞാൽ ഈ സ്പില്ലേജ് വേസ്റ്റേജ് ഇൻക്രീസ് ചെയ്താൽ വാട്ട് ആർ ദ ഹസാർഡ്സ്? എന്തൊക്കെ അപകടങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്? ഒരുപാട് അപകടം ഉണ്ടല്ലോ അല്ലെ ഇങ്ങനെ വേസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ നമ്മുടെ ചുറ്റുപാടും വീടും ഒക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണേ? കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഹൈജീനായിട്ട് സൂക്ഷിക്കാൻ. നമ്മളൊക്കെ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കാട്ടോ. കാരണം ഇപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ താഴെ കിടക്കുന്നതൊക്കെ അവർക്ക് നല്ല സ്ഥലം ഏതാ, ഇത് ഇവിടത്തെ കഴിക്കാൻ പറ്റുള്ളൂ, താഴെ വീട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ അവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എപ്പോഴും പറ്റില്ല. തീരെ ചെറിയ കുട്ടികളാകുമ്പോൾ കുറച്ച് വലുതാകുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് അവർക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കുക. പക്ഷെ ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, താഴെ കിടക്കുന്ന കിട്ടുകൾ അറിയാതെയൊക്കെ എടുത്ത് വായിലൊക്കെ വെക്കും. അത് വേണം എന്നുള്ള സാധനമാണോ വേണ്ടാന്നുള്ള സാധനമാണോ എന്ന് അവർ നോക്കുന്നില്ല, എടുത്ത് വായിൽ വെക്കും. സോ അവിടെയുള്ള അണുക്കൾ, രോഗാണുക്കളാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള അണുക്കളാകാം, ഇത് എൻ്റർ ഇൻടു അവർ ബോഡി, അവർ കുട്ടികളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അത് പലതരത്തിലുള്ള രോഗങ്ങൾ പതുക്കെ കുറേശ്ശെ ചെല്ലുമ്പോൾ എന്ത് സാധനം കുറച്ചൊക്കെ എന്ത് പോയിസൺസ് ആയാലും ടോക്സിൻസ് ആയാലും ഒക്കെ കുറച്ചൊക്കെ നമ്മുടെ ശരീരം റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. അത് അധികമായി കഴിയുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യില്ല, അതിന് പലതരത്തിലുള്ള സിംറ്റംസ് ആയിട്ട് പുറത്തേക്ക് കാണിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേഗം തന്നെ ക്ലീൻ ആക്കി വെക്കുക, എപ്പോഴും ഡെറ്റോളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യുക, ഇതൊക്കെ ചെയ്യും അല്ലെ. അപ്പോ അത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്താ കാരണം? വി നോ ദർ ഈസ് സം റിസ്ക് ഓർ ഹസാർഡ്സ് ബിഹൈൻഡ് ഇറ്റ്. അതിന്റെ പിന്നിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കേണ്ട ഒരുപാട് റിസ്ക് ആണ് എന്ന് നമുക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഹോസ്പിറ്റൽസിലെ സ്റ്റാഫ്സും അതുപോലെ തന്നെ മാനേജ്മെന്റും അവരുടെ വർക്കേഴ്സും ദേ ഷുഡ് നോ ദർ ആർ മെനി റിസ്ക് ഓർ ഹസാർഡ്സ് ബിഹൈൻഡ് ഇറ്റ്. അവരുടെ ഹോസ്പിറ്റലിൽ ചുറ്റി എപ്പോഴും ഇതുപോലുള്ള ലീക്കേജിന് പിന്നിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് അറിയണം. അപ്പൊ സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഹസാർഡ്സ് ഓർ റിസ്ക് ഇൻവോൾവ്ഡ് ഓർ അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ഇൻഫെക്ഷൻ. എന്താ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫെക്റ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? രോഗം എന്താ പറയാ പകരുക അല്ലെ, മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ്. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ലീക്ക് ചെയ്ത് ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗമുള്ള രോഗിയായിരിക്കാം, ആളിൽ നിന്ന് എന്താ പറയാ ബ്ലഡിന്റെ ചെയിൻസോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലുമൊക്കെ മറ്റൊരാളുടെ ശരീരത്തിലേക്കോ എവിടേക്കെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, കോൺടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് മെനി മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഓൾസോ ഡിസീസസ്. പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആളിൽ നിന്നും അല്ലെങ്കിൽ ആ ബ്ലഡിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ രൂപത്തിലോ അത് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ രോഗാണുക്കളും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ഇറ്റ് ക്യാൻ സ്പ്രെഡ്. അങ്ങനെയുള്ള ബ്ലഡ് നമ്മളുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ ഇത്തരം ഫ്ലൂയിഡ്സോ നമ്മുടെ ശരീരത്തിലേക്കോ കോൺടാക്റ്റിൽ വന്നാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ
പലതരത്തിലുള്ള രോഗങ്ങൾ സച്ച് ആസ് HIV, ഹെപ്പറ്റൈറ്റിസ് B and C ആൻഡ് മറ്റു തരത്തിലുള്ള ബ്ലഡ് ബോൺ പാത്തോജൻസ് എന്ന് വെച്ചാൽ ബ്ലഡ് വഹിക്കുന്ന, അതായത് രക്തം വഹിച്ചുകൊണ്ട് വരുന്ന പലതരത്തിലുള്ള രോഗകാരികൾ, രോഗത്തിന് കാരണമായ ചില അണുക്കൾ, അത് ആണ് പാത്തോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു രോഗി, അപ്പൊ ഇതുപോലെ നമുക്കറിയില്ല എന്തൊക്കെ രോഗവുമായിട്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരിക. അപ്പൊ ചിലതൊന്നും കുഴപ്പമില്ല, എന്ത് ബ്ലഡ് ആയാലും നമ്മുടെ ശരീരത്തിലേക്ക് കൂട്ടി അപ്പൊ തന്നെ രോഗം വരുന്നല്ല. പക്ഷെ ദ കൈൻഡ് ഓഫ് ഡിസീസ് വിച്ച് ദ പേഷ്യന്റ് ഹാവ്, എന്ത് തരത്തിലുള്ള രോഗമാണ് ആ പേഷ്യന്റിനുള്ളത്, ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്. സച്ച് ഇഫ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന, വളരെ എന്താ പറയാ, ഇത്ര എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന രോഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ നമ്മുടെ ശരീരത്തിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ചെയ്യണം. അപ്പൊ ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സ്പില്ലേജ് വേസ്റ്റേജ് ഈസ് വെരി ഹസാർഡ്സ്, അത് ഭയങ്കര അപകടം നിറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് ക്യാൻ സ്പ്രെഡ് HIV, ഹെപ്പറ്റൈറ്റിസ് B and C ആൻഡ് ഓൾസോ സം ബ്ലഡ് ബോൺ പാത്തോജൻസ്. ഇതിനെയൊക്കെ വഹിച്ചുകൊണ്ട് വന്ന് നമുക്ക് രോഗം പരത്താനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. ഇനി ഹെൽത്ത് കെയർ സ്റ്റാഫും പേഷ്യൻസും ഒരുപോലെ ഇതിന് വിധേയരാണ്. ഇതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇത് പേഷ്യൻസിലേക്ക് മാത്രമേ പകരുള്ളൂ. അവിടെ ശുശ്രൂഷിക്കുന്നവർക്ക് വരില്ല, അവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവിടെ എന്താ പറയാ, ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ വർക്കേഴ്സും ആസ് വെൽ ആസ് ദ പേഷ്യൻസ് മേ ഗെറ്റ് സിക്ക്. ഇത്തരം ലീക്കേജ് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ഫ്ലൂയിഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത്തരം രോഗങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രോഗം എന്താ പറയാ, കുറുന്തോട്ടിക്കും വാദം എന്ന് പറഞ്ഞതുപോലെ കുറുന്തോട്ടി ഒരു ഔഷധമാണ്. അത് നമ്മൾ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള, പക്ഷെ അതും കൂടി ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്നാലോ അതിനെ ആര് ചികിത്സിക്കും അല്ലെ? അപ്പൊ ആ രീതിയിലേക്ക് പോകും നമ്മളുടെ കാര്യങ്ങൾ. പേഷ്യൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസമുണ്ട്, there is ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മളുടെ രോഗത്തെ ഇല്ലാതാക്കാൻ അല്ലെ. രോഗം വരുന്ന എല്ലാവർക്കും പേടി തന്നെയാണ്. പക്ഷേ ഇവർക്കും കൂടിയും ഇത്തരം രോഗങ്ങളൊക്കെ ഒറ്റയടിക്കൊക്കെ സ്പ്രെഡ് ചെയ്താലോ പിന്നെന്താ പറ്റുക? പിന്നൊരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല, അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷൻ ഈസ് ദ ഫസ്റ്റ് ഹസാർഡ്. അതായത് സ്പില്ലേജ് വേസ്റ്റേജിന്റെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു കാര്യമാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡും ബ്ലഡ് ബോൺ പാത്തോജൻസും വഴി ഡിസീസസ് മേ സ്പ്രെഡ് ഫ്രം ദ പേഷ്യൻസ്, അതായത് പേഷ്യൻസിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ മൊത്തം അത് എന്താ പറയാ റിസ്ക് ആക്കാനായിട്ട് സാധ്യതയുണ്ട്. ആൻഡ് ദേ മേ ഗെറ്റ് സിക്ക്. അതുകൊണ്ട് അത്തരം രോഗങ്ങൾ ആളുകളുടെ പടരാനും സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ. നെക്സ്റ്റ് വൺ എന്താണ്? ചില കെമിക്കൽസ് നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിന് കുറെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് കെമിക്കൽസ് ആയിക്കോട്ടെ, നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന എന്തെങ്കിലും, നമ്മൾ മരുന്ന് കഴിക്കുന്നില്ലേ, ആന്റിബയോട്ടിക് കഴിക്കുന്നുണ്ട് ഒരുപാട്. ആന്റിബയോട്ടിക് ആണെങ്കിലും ഇത് ഇഫ് ഇറ്റ് ഈസ് ടു മച്ച്, അത് ഒരുപാട് കഴിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു അവർ ഹെൽത്ത്. അതും നമ്മുടെ ശരീരത്തിന് ഹാനികരം തന്നെയാണ്. പക്ഷെ ചില രോഗങ്ങൾ വരുമ്പോൾ ആന്റിബയോട്ടിക് കഴിക്കാതെ അതിനെ നമുക്ക് തടയാൻ പറ്റില്ല എന്ന് ഓർത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് രീതിയിൽ നമുക്ക് രോഗത്തെ ഇല്ലാത്ത ണ്ട്. അതുകൊണ്ടാണല്ല എല്ലാ രോഗത്തിനും ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുർവേദം പോയി കഴിക്കുന്നത്. അലോപ്പതിയിൽ, അതായത് ഇംഗ്ലീഷ് മരുന്നുകളിലാണെങ്കിൽ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ ഹാംഫുൾ ആണ് എന്ന് അറിയുന്നത് കൊണ്ടാണ്. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ, കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ അഫക്ട് ദ ഹെൽത്ത് കെയർ സ്റ്റാഫ്സിനെയും അതുപോലെ തന്നെ പേഷ്യൻസിനെയൊക്കെ അതിനകത്ത് ടോക്സിക് സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസിൽ ഉണ്ടാകുന്ന ചില വിഷാംശം നിറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അത് ചിലപ്പോ ഇറ്റ് വിൽ അഫക്ട് അവർ സ്കിൻ. നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യും. കുറെ കെമിക്കൽസ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാകും, ചൊറിച്ചിലോ മാന്തലോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം. പിന്നെ എന്താ പറയാ, ചില കെമിക്കൽസ് അത് ഗ്യാസ് രൂപത്തിൽ ഇങ്ങനെ വായുവിൽ എയറിൽ ഇങ്ങനെ സ്പ്രെഡ് ആകുകയാണെങ്കിൽ വണ്ടി എന്താ പറയാ, നമ്മളത് ഇൻടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളത് എന്താ പറയാ ശ്വസിക്കുമ്പോൾ അത് റെസ്പിറേറ്ററി പ്രോബ്ലംസിന് കാരണമാകാം അല്ലെ, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം, മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത. അപ്പൊ കെമിക്കൽ എക്സ്പോസർ ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് വിച്ച് ഈസ് ഓൾസോ റിസ്ക്ഡ് ടു ദ പേഷ്യൻസ് ആൻഡ് ഓൾസോ ദ സ്റ്റാഫിനും പേഷ്യൻസിനെയൊക്കെ റിസ്ക് ചെയ്യുന്ന മറ്റൊരു വേസ്റ്റേജ് ആണ് കെമിക്കൽ എക്സ്പോസർ എന്ന് പറയുന്നത്, വിച്ച് വിൽ കോസ് സ്കിൻ ഇറിറ്റേഷൻസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ്. ക്ലിയർ ആയോ? ഉത്തരം വരെ
വേസ്റ്റേജ് ആയതുകൊണ്ട് നമുക്കറിയാം വേസ്റ്റ് നല്ലതല്ലല്ലോ. വേസ്റ്റ് കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വേസ്റ്റ് എത്ര കൂട്ടി വെച്ചാലും അത് എളുപ്പം തന്നെ അതിനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ അതിനെ ഇല്ലാതാക്കണം. അതിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ പകരാനും അല്ലെങ്കിൽ പുതിയ രോഗങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട്. പണ്ട് കേൾക്കുന്ന രോഗങ്ങളൊന്നും അല്ലല്ലോ ഇപ്പൊ. സർവ്വസാധാരണമായിട്ട് നമ്മൾ പണ്ട് കേട്ടിരുന്ന കുറെ രോഗങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് അതൊക്കെ മാറി പുതിയ പുതിയ രോഗങ്ങളാണ് ഓരോ പ്രാവശ്യവും കണ്ടുപിടിക്കപ്പെടുക. ചില മഴ സീസണൊക്കെ വരുമ്പോ പുതിയ തരം പനികളൊക്കെ വരും അല്ലെ. ഒത്തിരി ഫീവേഴ്സിന്റെ പേരുകളൊക്കെ നമുക്ക് ഇപ്പൊ ഫെമിലിയർ ആണ് അല്ലെ. അപ്പൊ അതുപോലെയൊക്കെ വന്നതാണ് നമ്മളുടെ റാറ്റ് ഫീവർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എലിപ്പനിയൊക്കെ വന്നിരിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെയാണ്. ഈ വേസ്റ്റുകളൊക്കെ കുന്നുകൂടി ഇതൊക്കെ കഴിക്കാൻ വരും. അതുങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തരം ഇതാണ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് നമ്മൾ അറിയാതെയൊക്കെ ചെന്ന് അതിൽ നിന്നും ലീക്ക് ചെയ്യുന്ന ആ വേസ്റ്റിൽ നിന്ന് ലീക്ക് ചെയ്യുന്ന വാട്ടർ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ കയറി ചവിട്ടി ഇൻഫെക്റ്റ് ആകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. വൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ, കാലിലൊക്കെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം വെള്ളത്തിലൊക്കെ ചവിട്ടിയാൽ അത് ഭയങ്കര പാടാണ്. ഒത്തിരി എളുപ്പം അത് റിക്കവർ ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശം കൂടിയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് റിക്കവർ ചെയ്ത് പോരാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും വരെ? ഹസാർഡ്സ് ആൻഡ് റിസ്ക് രണ്ടെണ്ണമാണ് പറഞ്ഞ, ഇൻഫെക്ഷനും കെമിക്കൽ എക്സ്പോസറും. ജസ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അടുത്തത് എന്താ നോക്കാം. ഇഞ്ചുറിയാണ്. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താ? മുറിവ് അല്ലെ. ഇപ്പോ ചില സബ്സ്റ്റൻസുകൾ ഉണ്ട് ഇതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ ഈ ഗ്ലാസ് ഷാർപ്പായിട്ടുള്ള എന്താ പറയാ ഭയങ്കര മൂർച്ചയേറിയതായിട്ടുള്ള ചില സബ്സ്റ്റൻസുകളും ഇതുപോലെ ലീക്കേജുകളൊക്കെ വരാറുണ്ട്. ചിലപ്പോ ആളുകൾ യൂസ് ചെയ്തിട്ട് ഇപ്പൊ ചെറിയ സിറിഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിയിട്ട് അതിൽ നിന്ന് കുഞ്ഞു കഷ്ണമൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെ ഷാർപ്പാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇഞ്ചുറീസ് ഉണ്ട്, മുറിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എവിടെയെങ്കിലൊക്കെ എന്താ പറയാ ഈ പറയുന്ന സാധനങ്ങൾ, ഇത്തരം പൊട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഷാർപ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡേഞ്ചറസ് ടു അവർ ഹെൽത്ത്. നമ്മുടെ അവിടെ നിൽക്കുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിനാണ് അത് കൂടുതലും, കാരണം അവരാണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്കൊക്കെ കയറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അത് പേഷ്യൻസിനും അതുപോലെ തന്നെ ചിലപ്പോൾ പേഷ്യൻസ് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് പങ്ക്ചർ വൂൺസ്. നമ്മളുടെ മുറിവുകളെ കുഞ്ഞു മുറിവായിട്ട് ചെന്ന് വലിയ മുറിവായിട്ട് തിരിച്ചു പോകേണ്ടി, അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മുറിവായിട്ട് പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മളുടെ ചില മുറിവുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ ആ മുറിവ് വലുതാകാനാണ് സാധ്യത. അതിലേക്ക് മറ്റു തരത്തിലുള്ള എന്താ പറയാ ഫ്ലൈസോ അല്ലെങ്കിൽ മോസ്കിറ്റോസോ ഒക്കെ ഒന്നും വന്നിരിക്കാതെയൊക്കെ എപ്പോഴും അതിനെ കഴുകി വൃത്തിയാക്കിയൊക്കെ സൂക്ഷിക്കണം അല്ലെ. ഇപ്പൊ ഇങ്ങനെയുള്ള ലീക്കേജ്, ഗ്ലാസ് സബ്സ്റ്റൻസസ് ഓർ ഷാർപ്പ് സബ്സ്റ്റൻസസ് ഒക്കെ ഒബ്ജക്ട്സ് എന്തെങ്കിലുമൊക്കെ പൊട്ടി അതിൽ നിന്നുണ്ടാകുന്ന ചില തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണില്ല. സോ ഇത് ഒക്കെ വന്നിട്ട് ഈ വൂൺസിലൊക്കെ വന്ന് വീണാല്, ഈ മുറിവിലൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ കണ്ടീഷൻ ഓഫ് ദ വൂണ്ട്. ആ മുറിവിന്റെ നില ഭയങ്കര ഗുരുതരമാക്കുകയും ആൻഡ് മാത്രമല്ല അതിലൂടെ ബ്ലഡ് ബോൺ പാത്തോജൻസിലെ ഈ ബ്ലഡ് വഴി എന്താ പറയാ പകരുന്ന ചില തരത്തിലുള്ള രോഗകാരികളൊക്കെ ഉണ്ട്, രോഗാണുക്കളൊക്കെ ഉണ്ട്. അതിലൂടെ കയറി സ്പ്രെഡ് ആകാനും വളരെ കണ്ടീഷൻ മോശമാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് റിസ്ക് ആണ്, ഒരു ഹസാർഡ് ആണ് ഏതിന്റെ സ്പില്ലേജ് വേസ്റ്റിന്റെ. അപ്പൊ ഇഞ്ചുറി, മുറിവുണ്ടെങ്കിൽ മുറിവിന്റെ എന്താ പറയാ മുറിവുകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടിയെ ഷാർപ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വീണോ അതിലേക്ക് ഈ മുറിവിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ കണ്ടീഷൻ ഓഫ് ദ വൂണ്ട്. വളരെ മോശം സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ആണ് റേഡിയേഷൻ എക്സ്പോസർ. മറ്റൊരു എക്സ്പോസർ ആണ്, ഒരു എന്താ പറയാ വിസ്ഫോടനം എന്നൊക്കെ പറയാം, റേഡിയേഷൻ വിസ്ഫോടനം. അതെന്താ റേഡിയേഷൻ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ റേഡിയോളജി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് കൂടുതലും ഉപയോഗിക്കുക റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ്, മീൻസ് റേസ് ആണ്. ഒരുപാട് റേസ്, എക്സ് റേസ് ആണ്. റേസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആ റേസ് പാസ് ചെയ്ത് അല്ലെ, ഒരു രശ്മിയാണ്, അത് പാസ് ചെയ്ത് നമ്മുടെ രോഗം എവിടെ ഏത് ഭാഗത്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്, ഒരു ടെക്നിക്കാണ്. അപ്പോ അത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇത്തരം മെറ്റീരിയൽസ് ഷുഡ് ബി വളരെ നല്ല രീതിയിൽ വളരെ കെയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലും ലീക്ക് ആയാൽ, അത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇറ്റ് ഈസ് ലീക്ഡ്, അത് എന്ത് ചെയ്യാണ്, ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് മൊത്തം വർക്കേഴ്സിനെ അത് ബാധിക്കും. മാത്രമല്ല പേഷ്യൻസിനും അത് ഞാൻ പറഞ്ഞിരുന്നു അന്ന് ക്ലാസ് എടുത്തപ്പോ, എക്സ്റേസ് കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് രോഗനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെങ്കിലും അത് അധികമായാൽ അമൃതവശം എന്ന് പറയുന്നത് പോലെ തന്നെ ഇറ്റ്സ് കൂടുതൽ ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള റേസ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുമ്പോ അതിന് ഒത്തിരി അപകടങ്ങളുണ്ട് അതിന്റെ പിന്നില്.
അപ്പോ അത് വരാതിരിക്കാനും മാത്രമല്ല അത് ഇറ്റ് വിൽ ഇൻക്രീസ് ദ അയോണൈസിങ് റേഡിയേഷൻ എന്നാ പറഞ്ഞേക്കുന്നത്, വിച്ച് ക്യാൻ കോസ് റേഡിയേഷൻ ഇൽനെസ്. ഈ റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങള് സച്ച് ആസ് ക്യാൻസർ, പിന്നെ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അയോണൈസിങ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ഈ റേസ്, എക്സ്റേസ് തന്നെയില്ലേ, നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകൂലേ. ഇറ്റ് വിൽ റിമൂവ് ദ ഇലക്ട്രോൺസ് ഫ്രം അവർ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. നമ്മുടെ ശരീരത്തിനകത്തെ എന്താ പറയാ പല തന്മാത്രകളും അതുപോലെ തന്നെ മോളിക്യൂൾസും ആറ്റംസും ഒക്കെ ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്ത് കളയും. അത് അങ്ങനെ എന്താ പറയാ പോകുന്ന വഴിക്ക്, ആ റേസ് കടന്നു പോകുന്ന വഴിയിലുള്ള എല്ലായിടത്തെയും ഈ ഇലക്ട്രോൺസിനെയൊക്കെ അത് റിമൂവ് ചെയ്ത് കളയും ഈ റേസ്. അതിനെയാണ് നമ്മൾ അയോണൈസിങ് റേഡിയേഷൻ എന്ന് വിളിക്കുക. അപ്പൊ അത് കുറെ ഇങ്ങനെയുള്ള ഇലക്ട്രോൺസുകളൊക്കെ നമ്മളുടെ ഇത് പോയി കഴിഞ്ഞാൽ ഇത് പറ്റും, പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും. അതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള രോഗമാണ് പറഞ്ഞിരിക്കുന്നത് ക്യാൻസറും മറ്റ് തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ അതിന് കാരണമാകും, കൂടുതൽ റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തിൽ കടന്നുപോയാൽ. ഓക്കെ, ദാറ്റ്സ് ഓൾസോ. അപ്പൊ ആ റേഡിയേഷൻ മെറ്റീരിയൽസ് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ്, അത് നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് അത് വളരെ എന്താ പറയാ ലോക്ക്ഡ് ആയിട്ട് സൂക്ഷിക്കണം, അല്ലെ, കൺട്രോൾ ചെയ്ത് ലോക്ക്ഡ് ആയിട്ടുള്ള മുറിയിലാണ് സൂക്ഷിക്കേണ്ടത്. അത് ലീക്ക് ആകാതെയും ശ്രദ്ധിക്കണം. അത് ലീക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ അത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ മാത്രമല്ല അത് പേഷ്യൻസിനെയും അത് ബാധിക്കും, അത് നമ്മുടെ ശരീരത്തിലേക്കൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് റേഡിയേഷൻ എക്സ്പോസർ. പിന്നെന്താണ് നെക്സ്റ്റ് ഹസാർഡ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. അതായത് നമ്മളുടെ എൻവയോൺമെന്റുമായിട്ട് ഉണ്ടാകുന്ന പലതരത്തിലുള്ള മലിനീകരണങ്ങളാണ്. ഇത്തരം ലീക്കേജ് മെറ്റീരിയൽസ് ഈസ് വെരി ഡേഞ്ചറസ് ഓർ വെരി ഹസാർഡ്സ് ടു കണ്ടാമിനേറ്റ് ദ എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റിനെ, നമ്മുടെ ചുറ്റുപാടിനെയൊക്കെ എന്താ പറയാ കണ്ടാമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊല്യൂട്ട് ചെയ്യുക, മലിനമാക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽസിലെ പലതരത്തിലുള്ള വേസ്റ്റുകൾ. അപ്പൊ അത് നമ്മുടെ എൻവയോൺമെന്റിന്റെ ചുറ്റും എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തില് മൊത്തം, അത് എയറില്, വാട്ടറില്, സോയിലില് എല്ലാത്തിലും അത് പൊല്യൂട്ടഡ് ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല അത് ഹ്യൂമൻ ഹെൽത്തിനെയും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെയൊക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇറ്റ് വിൽ അഫക്ട് ദ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഓൾസോ ദ എൻവയോൺമെന്റ്. ഇത് കൂടുതലായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എന്താ പറയാ എൻവയോൺമെന്റിൽ കലർന്ന് കഴിയുമ്പോൾ ഈ ഏത് സാധനമായാലും, റേഡിയേഷൻ ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള സ്പില്ലേജ് ആയിക്കോട്ടെ, എല്ലാ വേസ്റ്റും ഇങ്ങനെ എൻവയോൺമെന്റിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അത് മണ്ണും വായുവും അതുപോലെ തന്നെ വാട്ടറും ഒക്കെ പൊല്യൂട്ടഡ് ആക്കും. അത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കും. മാത്രമല്ല എൻവയോൺമെന്റിനും അത് നെഗറ്റീവായിട്ട് ഇഫക്ട് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ അവസാനമായിട്ട് ഉള്ള ഹസാർഡ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഇഫ് യു ആർ നോട്ട് ഹാൻഡിലിംഗ് ദ ഡിസ്പോസൽ ഓഫ് വേസ്റ്റേജ് പ്രോപ്പർലി, നമ്മൾ വളരെ നല്ല രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലല്ല ഈ പറയുന്ന ലീക്കേജ് വേസ്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ കോസ് ലീഗൽ, നിയമപരമായിട്ട് അതിന് ബാധ്യതകളുണ്ട്. മാത്രമല്ല ഫിനാൻഷ്യൽ ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകളും വളരെയധികം ഹോസ്പിറ്റൽസിന് നേരിടേണ്ടി വരും. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ അത് വളരെയധികം ബാധിക്കും. അല്ലെ, നമ്മൾ ഇപ്പൊ ചില ആളുകൾ അടുത്ത പ്രദേശങ്ങളിലുള്ള ആളുകൾ എന്താ പറയുക ഇത്തരം വേസ്റ്റുകളൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നില്ല. അടുത്ത പരിസരവാസികൾക്കൊക്കെ എപ്പോഴും അസുഖങ്ങൾ, രോഗങ്ങളൊക്കെ ഈ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഏത് രീതിയിലാണ് ഒരു ഡിസ്പോസ് ചെയ്യുന്നത് നല്ല രീതിയിലല്ല എങ്കിൽ പരിസരവാസികളായിട്ടുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ എപ്പോഴും സ്പ്രെഡ് ചെയ്യും. അതായത് എപ്പോഴെപ്പോഴും പുതിയ രോഗങ്ങൾ. അപ്പൊ അതിന്റെ കാരണങ്ങളും മറ്റുമൊക്കെ റൂട്ട് കോസും ഒക്കെ അന്വേഷിച്ച് വരുമ്പോൾ മേ ബി ഇതായിരിക്കും അതിന്റെ റൂട്ടായിട്ടുള്ള കാരണമായിട്ട് വരിക. അപ്പൊ അത് നിയമപരമായിട്ട് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ ഓർഗനൈസേഷനെതിരെയുള്ള ഒരു നിയമ നടപടിക്ക് കാരണമാവുകയും മാത്രമല്ല അത് നമ്മുടെ ഫിനാൻഷ്യൽ ലോസിലേക്ക് പോവുകയും ചെയ്യും. അല്ലെ, സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമൊക്കെ നേരിടേണ്ടി വരും. അവർക്ക് അതിൻ്റെതായ നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഹസാർഡ്സ് ഓർ റിസ്ക് ഡ്യൂ ടു ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട റിസ്കുകൾ അല്ലെങ്കിൽ അപകടങ്ങൾ. അതാണ് നമുക്ക് ഈ പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? 6 റിസ്ക് ആൻഡ് ഹസാർഡ്സ് ആണ് പറഞ്ഞത്. ഇൻഫെക്ഷൻ, കെമിക്കൽസ് എക്സ്പോസ് ചെയ്യുന്നത്, ഇഞ്ചുറീസ്, then radiation exposure, environmental pollution and legal and financial responsibility എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും വരെ ക്ലിയർ ആയോ? ആരെങ്കിലും പറയും? ഓക്കെ. അപ്പൊ വൈകി കയറിയവരോട് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, നമ്മളുടെ പോർഷൻസ് തീർന്നിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ പോർഷൻസ് തീർന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു എക്സാം ഉണ്ട്. ആ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഓൾറെഡി എന്റെയും റെപ്പിറ്റേഷന്റെ പോർഷൻസ് തീർന്നു കഴിഞ്ഞതായിരുന്നു. നമ്മൾ റിവിഷനും സ്റ്റാർട്ട് ചെയ്തതാ.
പക്ഷെ അശ്വതി ടീച്ചർ എടുക്കുന്ന ചാപ്റ്റേഴ്സിൽ കുറച്ച് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ ഒരുമിച്ച് ആവില്ല. അപ്പൊ പുള്ളിക്കാരിയുടെ എത്തി വരുമ്പോഴേക്കും വീണ്ടും ഞങ്ങളിങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിക്കാരിയുടെ ടോപ്പിക്കോട്ട് തീർന്നിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് ഒപ്പം എത്തിയാൽ മാത്രമേ നമുക്കത് ഒരുമിച്ച് അത് എക്സാമിലേക്ക് വരുമ്പോഴേക്കും ഡേറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു റിവിഷൻ ടോപ്പിക്കോടെ നിർത്തി വെച്ചിട്ട് ടീച്ചറിന്റെ ഒരു ചാപ്റ്റർ നമ്മൾ വാങ്ങിച്ചിട്ട് 3 ചാപ്റ്റർ പുള്ളിക്കാരിക്ക് എടുത്ത് തീർക്കാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കൂടാതെ 3 ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരു വലിയ ചാപ്റ്റർ ആണ് ഇത്. സ്പില്ലേജ് വേസ്റ്റേജ് മാനേജ്മെന്റിന്റെ ആണ്. അത് ഒരു വലിയ ചാപ്റ്റർ. ഇനിയുള്ളത് 2 ചെറുതാണ്. ഒരു 4 പേജുള്ളതും ഒരു 7 പേജുള്ളതുമാണ്. അപ്പൊ ആ വലിയ ചാപ്റ്റർ ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചു. ഞാൻ എടുത്ത് തീർക്കാം, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഒരാൾ വലിയ കുറെ ബാക്കിലും ബാക്കിയുള്ളവർ ഒരുപാട് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒപ്പം പറ്റിയാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് കറക്റ്റ് ആയിട്ട് പോകുള്ളൂ. അപ്പൊ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ കയറിയിട്ടായിരുന്നില്ല. കറക്റ്റ് സമയത്തൊന്ന് കയറാനായിട്ട് നോക്കാട്ടെ. കാരണം നിങ്ങളുടെ പോർഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് എല്ലാവരും ആളുകൾ കുറവായിരുന്നു. ആള് കുറവാകുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ഒരു എനർജിയും അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാളില് 2 നിങ്ങൾ ആദ്യം വന്നുകൊണ്ടിരുന്ന എത്ര പേരാണോ നമ്മൾ അവരെ എക്സ്പെക്ട് ചെയ്തിട്ട് 7, 8 പേരൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സില്. പക്ഷെ ഇപ്പൊ അത് അത്രയും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് നിങ്ങളോട് ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. പരമാവധി വെറുതെ ഇരിക്കുന്നവര് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലാത്തവരൊന്ന് ക്ലാസ്സിൽ ആ സമയത്ത് ജോയിൻ ചെയ്യാൻ നോക്കും. ഇപ്പൊ 2 മണിക്കൂറാക്കി കുറച്ചല്ലോ നിങ്ങൾക്ക്. അപ്പൊ പിന്നെ കുറച്ചുകൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അങ്ങനെ ആക്കിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ ആണ് ഇന്ന് തുടങ്ങിയതാണ് ഞാനിപ്പോ പറഞ്ഞു തന്നെ. കുറച്ച് പേര് വൈകിയാണ് ക്ലാസ്സിൽ കയറിയത്. വേഗം വായിച്ചു നോക്കിയേ ആ ഒരു ഇവിടെ വരെ. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ വെറുതെ വായിച്ചു നോക്കാനുള്ളൂ. ഫസ്റ്റ് പേജിലൊക്കെ ഉള്ളത് അതിനകത്തൊരു പോയിന്റ് എഴുതി തരാനുണ്ട്. അടുത്ത ഒരു ഹെഡിങ് കൂടി എടുത്തിട്ട് നമുക്ക് എഴുതാം. സമയം ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. എന്ത് ടോപ്പിക്കാ നമ്മൾ എടുക്കണേ, എന്തിനെ കുറിച്ചാ പറയണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെറുതെ ഒന്ന് വേഗം വായിച്ചു നോക്കാൻ പറയണേ. നിങ്ങളുടെ നോട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇതിന്റെ കോപ്പി എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇന്ന് വന്നല്ലോ. ആ അപ്പൊ കോപ്പിയൊക്കെ എടുത്ത് വൃത്തിയായിട്ടൊക്കെ പഠിച്ചു വെക്കാട്ടാ. ഒരു ഏപ്രിൽ ലാസ്റ്റ് വീക്കിലൊക്കെ എക്സാം ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ പഠിക്കാം. മിക്കവാറും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം അങ്ങനെ ഉണ്ടാകും. ടോപ്പിക് തീരാത്തത് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ആളും മാറിയൊക്കെ കയറുന്നത്. ജസ്റ്റ് ഒക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം നമ്മൾക്ക് പ്രാക്ടിക്കൽ ഒരു അറിവും നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഉണ്ട്. എപ്പോഴെപ്പോഴും നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ് വേസ്റ്റേജ് ഒക്കെ മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വീടുകളിലെ വേസ്റ്റേജുകൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു. സോ അതിനേക്കാൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് മാനേജ് ചെയ്യാന്നുള്ളത്. അത് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ മൊത്തം ബാധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. പിന്നെ രോഗം വന്നാൽ നമ്മളെവിടെ പോകും? രോഗത്തിന് ചികിത്സിക്കുന്നവര് വളരെ ഗുഡ് കണ്ടീഷനിൽ നിന്നാലാണ്, ഗുഡ് ഹെൽത്ത് കണ്ടീഷനിൽ ഇരുന്നാലാണ് നമുക്ക് പ്രയോജനം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. വായിച്ചിട്ട് കുഴപ്പമുണ്ടോ? പ്രതീഷ് വൈകിപ്പോയി ക്ലാസ്സിൽ കയറിയപ്പോ. ഹലോ ജിനു, വൈകിയല്ലേ ക്ലാസ്സിൽ കയറിയപ്പോ? ആദ്യം ഞങ്ങക്ക് ഒരു മരിപ്പുണ്ടായിരുന്നു. അപ്പൊ 2 ദിവസമായിട്ട് അവിടെ തന്നെയായിരുന്നു. വന്നപ്പോ വൈകി. നമ്മള് ആ ഒരു പോർഷൻസ് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ റിവിഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കണേ. അശ്വതി ടീച്ചറിന്റെ ടോപ്പിക്സിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു തുടങ്ങിയത്. ഇത് വായിച്ചിട്ട് കുഴപ്പമുണ്ടോ? വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ നോക്കിയിട്ട് നോട്ട് വായിച്ചിട്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്നാണ് ചോദിക്കണേ. ഓക്കെ.
അപ്പൊ നമുക്ക് അടുത്ത ഒരു ടോപ്പിക് കൂടി എടുക്കാം, അല്ലെങ്കിൽ സമയം തീർന്നു. ഇത്രയും വരെ നിർത്താൻ പറ്റും. ഇനി വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഇനി എവിടെ നിന്നൊക്കെയാണ് ഈ ലീക്കേജുകൾ വരാന്ന്, ഏതൊക്കെ ഹോസ്പിറ്റൽസിലാണ് കേട്ടോ. ഹോസ്പിറ്റൽസില് ഏതൊക്കെ വിധത്തില് അവിടെ വേസ്റ്റേജ്, ഇങ്ങനെ സ്പില്ലേജ് വേസ്റ്റേജ് കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്, ഏതൊക്കെയാണ് അതിന്റെ സോഴ്സസ് എന്നാണ് പറയുന്നത്. എല്ലാ ഒരു ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് സോഴ്സ് ഉണ്ട്, ഡിഫറെന്റ് സെവറൽ സോഴ്സസ് ഉണ്ട് ഇതുപോലെ ലീക്കേജസ് വരാനായിട്ട്, അല്ലെങ്കിൽ വേസ്റ്റ് വരാനുള്ള സാധ്യതകൾ. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്ന്, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുമ്പോൾ, ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് ദ സർജറി പ്രൊസീജിയർ, അല്ലെ. സർജറി പ്രൊസീജിയർ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാകും. പേഷ്യന്റിനെ എന്താ പറയാ, ഇതൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ബ്ലഡും മറ്റ് ബോഡി ഫ്ലൂയിഡ്സും അപ്പൊ ഒക്കെ ഇങ്ങനെ എന്താ പറയാ, മാത്രമല്ല ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമല്ല. അപ്പൊ അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടക്കുമ്പോൾ, ഡയാലിസിസ് നടക്കുമ്പോഴും leakage of blood, body fluids. So this is the first source. Laboratory testing. എന്തിനാ laboratory ടെസ്റ്റിൽ എങ്ങനെയാ വേസ്റ്റ് വരാ എന്നാലോചിച്ച് നോക്കിയേ. എപ്പോഴായിരിക്കും ബ്ലഡിന്റെ ഇതുപോലെ ബ്ലഡ് ലബോറട്ടറി ടെസ്റ്റിംഗ് നടക്കുമ്പോ എങ്ങനെയാ അവിടെ വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാ ബ്ലഡ് മാറില്ല, യൂറിൻ, പിന്നെ മറ്റ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ലബോറട്ടറിയിലേക്ക് കൊടുക്കുമല്ലോ. അത് ചിലപ്പോ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോ യൂറിനൊക്കെ എങ്ങനെയാ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ദ്രാവകം കൊടുക്കുക, അല്ലെ. അത് എന്തൊക്കെയോ സാധനത്തിലേക്ക് കാക്കണം. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ലീക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും മറ്റൊരു സോഴ്സ് ആണ്. ഇത് ലബോറട്ടറി ടെസ്റ്റിംഗിന്റെ സമയത്തും വേസ്റ്റേജ് അല്ലെങ്കിൽ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. കെമിക്കൽസ്, പിന്നെ മാത്രമല്ല മറ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ലബോറട്ടറിയിലും ലീക്കേജസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല, അവിടെയും വേസ്റ്റ് വരാൻ സാധ്യത. എവിടെ നിന്നൊക്കെയാണെന്നാണ് ചോദ്യം കേട്ടോ. അതാണ് അതിന്റെ ഹെഡിങ്. വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ലീക്കേജ് വേസ്റ്റ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റിന്റെ സോഴ്സ് ഏതൊക്കെയാണെന്നാണ്. മെഡിക്കൽ പ്രൊസീജിയേഴ്സിൽ, ലബോറട്ടറീസിൽ വൈൽ ദേ ആർ ഹാൻഡിലിംഗ് ദ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, യൂറിൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തൊക്കെ എന്താ പറയാ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിന്റെ സമയത്തും, അതായത് ഒരു പേഷ്യന്റിനെ നമ്മളിപ്പോ ബെഡ് റിട്ടൺ ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കിടത്തുന്നു, അവരെ ബെഡ് ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ അവരുടെ മറ്റു കാര്യങ്ങള്, ബെഡ് പാനുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ചിലപ്പോ അവിടെ തന്നെ കിടന്നിട്ട് എല്ലാം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നതിനൊന്നും പുറത്ത് നടന്നു പോകാൻ പറ്റാത്തവർക്ക് ബെഡ് പാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്താ പറയാ, അവരുടെ പേഴ്സണൽ ക്ലീനിങ്, അതായത് ശരീരമൊക്കെ തുടക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ദർ ഈസ് റിസ്ക് ഓഫ് ലീക്കേജ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുകളും ലീക്ക് വരാനായിട്ടുള്ള, ബോഡിയിൽ നിന്ന് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് സോ വളരെ വലിയ ഒരു സോഴ്സ് ആണ്, ഏറ്റവും വലിയ മറ്റൊരു സോഴ്സ് ആണ്. പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, പേഴ്സണലി അവരെ കെയർ ചെയ്യുന്ന സമയത്ത് അവിടെ ബെഡ് ക്ലീൻ ചെയ്യുക, ബെഡിന്റെ കവേഴ്സ് മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിടക്കുക. അപ്പൊ ഒക്കെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ ബെഡ് പാനൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വലിയ ഒരു സോഴ്സ് ആണ്. ഇനി മറ്റൊന്നാണ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഈ മെഡിക്കൽ നമുക്ക് കൂടുതൽ സാധനങ്ങള്, പിന്നെ കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ്, അതായത് മലിനമായിട്ടുള്ള, അതായത് ഒത്തിരി ഫ്ലൂയിഡുകളൊക്കെ വീണിട്ട് ഒത്തിരി മോശമായിട്ടുള്ള ഡ്രസ്സൊക്കെ അത് ചുരുക്കൂട്ടിയിട്ടാണെങ്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒക്കെ ഇങ്ങനെ വേസ്റ്റുകളൊക്കെ ലീക്ക് ചെയ്ത് പോകാം. പിന്നെ മറ്റ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് മെഡിക്കൽ വേസ്റ്റ്, അത് ലീക്കേജ് തന്നെയാണ്. നമ്മൾ നല്ല രീതിയിലല്ല ഈ മെഡിക്കൽ വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന, പ്രോപ്പർ ആയിട്ടുള്ള ബാഗുകളിലും കവറുകളിലൊക്കെ ലീക്ക് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകണം. ചിലപ്പോ ഇതൊക്കെ കവറിലേക്ക് ഇടും, ലീക്ക് ചെയ്ത കവറാണോ, കവറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടോ എന്നൊന്നും നോക്കാതൊക്കെ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ ഒന്നുവഴിയിലൊക്കെ പോകും. അതിൽ കയറി ചവിട്ടുന്ന ആളുകൾ വളരെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് തന്നെ വന്ന് അതിൽ കൂടിയൊക്കെ ചവിട്ടി ഒക്കെ പോയി കഴിഞ്ഞാൽ അതവരുടെ കണ്ടീഷനെ വളരെയധികം മോശമാക്കും. അപ്പൊ അത് മറ്റൊരു സോഴ്സ് ആണ്. വൈൽ ഹാൻഡിലിംഗ് ആൻഡ് ഡിസ്പോസിംഗ് ദ മെഡിക്കൽ വേസ്റ്റ്, ആ സമയത്ത് അതൊരു സോഴ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്.
നമുക്കറിയാം ഹോസ്പിറ്റൽസ് യൂസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, നീഡ് പ്രോപ്പർ ഓർ റെഗുലർ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ. ഇടയ്ക്കിടയ്ക്ക് അത് റിപ്പയർ ചെയ്യണം പ്രോപ്പർ ആയിട്ട്. ഒരാളെ ബെഡിൽ സർജറിക്ക് വേണ്ടിയിട്ട് കയറ്റി അതിന്റെ മുകളിൽ കിടത്തി കഴിയുമ്പോഴല്ല അയ്യോ അത്രയ്ക്ക് മൂച്ചില്ലാന്നോ അല്ലെങ്കിൽ മറ്റു സാധനത്തിന് അത് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നില്ലാന്നോ, ആ മെഷീൻ കറക്റ്റ് ആയിട്ട് എക്യുപ്മെന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നോ അന്നേരമല്ല ചിരിക്കേണ്ടത്. അത് പ്രോപ്പർ ആയിട്ട് ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ആൻഡ് റിപ്പയർഡ് ഫ്രം ടൈം ടു ടൈം. പ്രോപ്പർ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് തന്നെ കൊണ്ടുവരണം. അപ്പൊ ഈച്ച് ആൻഡ് എവറി പ്രൊസീജിയേഴ്സ് നടക്കുന്നതിന് മുമ്പ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. അത് വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് നേരത്തെ തന്നെ. ഇപ്പൊ ഇന്ന് ഒരു പേഷ്യന്റിന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് എന്തെങ്കിലും സർജറി പ്രൊസീജിയർ നടത്താറുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി ബിഫോർ ദ ടൈം, ആ ഒരു ടൈം ഒക്കെ ഒരു ഫിക്സ് ചെയ്തിട്ടാവുമല്ലോ. എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ പ്രോപ്പർ ആണോ എന്ന്, വെൽ എക്യുപ്ഡ് ആണോ, എല്ലാം സജ്ജീകരണങ്ങളൊക്കെ കറക്റ്റ് ആണോ, അതെല്ലാം കറക്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആണ്. അത് അല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. യൂസ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽ, ഇത്തരം എക്യുപ്മെന്റുകളൊക്കെ ഇപ്പൊ സ്റ്റെറിലൈസ് ചെയ്തിട്ട് സൂക്ഷിക്കണം. സ്റ്റെറിലൈസ്ഡ് അല്ല എങ്കിൽ എന്ത് പറ്റും, വേറൊരാളെ നോക്കിയതാണ് അത് ഉപയോഗിച്ചിട്ട് മറ്റൊരാള് വരുമ്പോ അയാളെ യൂസ് ചെയ്യാം. ഇപ്പൊ തന്നെ ഉപയോഗിച്ചല്ലോ, ഇനി ദൂരെ കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ഒരാളുടെ ഡിസീസ് ആയിരിക്കും മറ്റൊരാൾക്ക്. സോ അത് ചെയ്തതാണോ, സ്റ്റെറിലൈസ് ചെയ്തതാണോ, ക്ലീൻ ചെയ്തതാണോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. അതും ലീക്കേജിന് ഒരു സോഴ്സ് ആണ്. അപ്പൊ ഇത്തരം ഒരാൾക്ക് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതോ റിപ്പയർ ചെയ്യാത്തതോ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതൊരു വേസ്റ്റ് ആണ് എന്നാണ് പറയുക. അത് കണ്ടാമിനേറ്റ് ചെയ്യാൻ, മലിനമാകാനായിട്ട് സാധ്യതയുണ്ട് മറ്റു കാര്യങ്ങളിലേക്ക്. നെക്സ്റ്റ് വൺ, സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇനി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വരുന്ന ലീക്കേജ്. ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകളാണ്. വൈൽ ട്രാൻസ്പോർട്ടിങ് ഈ വേസ്റ്റ് സ്ഥലത്ത് പുറത്തേക്ക് ഇപ്പൊ ചിലപ്പോൾ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാം, അത് ലബോറട്ടറിയിൽ നിന്ന് വരുന്ന സാമ്പിൾസ് ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഓഫ് സൈഡിലേക്ക്, എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ചിലപ്പോൾ ഈ ഒരു ലാബില് ആ ഒരു ടെസ്റ്റ് നടത്താൻ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ടു ഓഫ് സൈറ്റ്, മറ്റൊരു ഏതെങ്കിലും സൈറ്റിലേക്ക്, ഇവിടെയുമായിട്ട് കൊളാബിളും മറ്റ് ഹോസ്പിറ്റൽസിനോ മറ്റേതെങ്കിലും ലാബിലേക്കോ കുറച്ചും കൂടി എക്യുപ്ഡ് ആയിട്ടുള്ള ലാബിലേക്ക് കൊണ്ടുപോയിട്ടായിട്ട് ചിലപ്പോൾ അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ലീക്കേജ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സച്ച് സ്പില്ലേജ് ഈസ് ഓൾസോ എ സോഴ്സ് ഓഫ് ഹോസ്പിറ്റൽ ലീക്കേജ്. അപ്പൊ ഇത്തരം ലീക്കേജുകൾ മറ്റൊരു സോഴ്സ് ആണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അത് കറക്റ്റ് ആയിട്ടുള്ള ലീക്ക് വരാത്ത രീതിയിൽ, വേറെ എവിടെയും സ്പില്ല് ചെയ്ത് പോകാത്ത രീതിയിൽ, ചോർന്ന് പോകാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്ത് വേണം എവിടെ നിന്നാണോ എവിടേക്കാണോ എത്തിക്കേണ്ടത്. ഇതിന്റെ ഹോസ്പിറ്റലാകാം, ഓഫ് സൈഡ് ഹോസ്പിറ്റലാകാം, എവിടേക്കാണോ എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എത്തിക്കാം, അല്ലെങ്കിൽ അതൊരു കാരണം. അപ്പൊ ദീസ് ആർ ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലിൽ വേസ്റ്റ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട എന്താ പറയാ മാർഗങ്ങളാണ്, സോഴ്സസ് ആണ്. മെഡിക്കൽ പ്രൊസീജിയർ, ലബോറട്ടറി ടെസ്റ്റിംഗ്, പേഷ്യന്റ് കെയർ, ഹാൻഡ്ലിംഗ് ഓഫ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, maintaining and repair of medical equipments and spills in the course of transportation. Transport ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചോർച്ച. ഇതൊക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഇത്രയും എടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റേജ്, എന്താണ്, എന്തിനാണത് ചെയ്യുന്നത് എന്നുള്ളതും, പിന്നെ അതിൽ ഉള്ള അടങ്ങിയിരിക്കുന്ന അപകടങ്ങൾ, സ്പില്ലേജ് വേസ്റ്റേജ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, റിസ്ക്, അതും പിന്നെ അതിന്റെ സോഴ്സസ്, എവിടെ നിന്നൊക്കെയാണ് ഈ വേസ്റ്റ് സ്പില്ലേജ് വരാൻ സാധ്യതകളുള്ളത്, അതിന്റെ സോഴ്സ്. ഈ 3 ടോപ്പിക്കേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൽ നിങ്ങൾ ഒരു സംഭവം നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അയോണൈസിങ് റേഡിയേഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അയോണൈസിങ് റേഡിയേഷൻ എന്ന് പറഞ്ഞിരുന്നു. റേഡിയേഷൻ എക്സ്പോസറിലെ, അതായത് റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങള്, അതിന്റെ വേസ്റ്റേജ്, അത് വേസ്റ്റ് ആയി കഴിഞ്ഞ് ശരീരത്തിലേക്കൊക്കെ ആളുകളുടെ വർക്കേഴ്സിന്റെ പേഷ്യൻസിന്റെ ഒക്കെ ശരീരത്തിലേക്കൊക്കെ അത് പോയി കഴിഞ്ഞാൽ അത് അയോണൈസിങ് റേഡിയേഷന് കാരണമാകുമെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ക്യാൻസർ പോലെയുള്ള പല രോഗങ്ങൾക്കും കാരണമാകും. അതെന്താണ് അയോണൈസിങ് റേഡിയേഷൻ എന്ന് എഴുതി വെച്ചേക്കാം കേട്ടാ. റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്, അതിനകത്തെ റേഡിയേഷൻ എക്സ്പോസർ എന്ന് പറയുന്ന 4th പോയിന്റിൽ വരുന്ന ഒരു വേർഡ് ആണ് അയോണൈസിങ് റേഡിയേഷൻ. IONISING.
അയോണൈസിങ് റേഡിയേഷൻ ഹൈഫിനിട്ടിട്ട് എഴുതാം. It is capable of, it is capable, CAPABLE, capable of removing, electrons, capable of removing electrons from atoms and molecules, from atoms and molecules, 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 atoms and molecules in the matter, matter through which they pass. അത് കടന്നു പോകുന്ന വഴിയിലുള്ള എല്ലായിടത്തെയും ഇലക്ട്രോണിനെ അത് കരിച്ചു കളയും, ഇല്ലാണ്ടാക്കും. അതാണ് റേഡിയേഷൻ, അയോണൈസിങ് റേഡിയേഷന്റെ പ്രത്യേകത. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം എക്സ്റേ ആണ് കേട്ടോ. The matter through which they pass. ഒരു ഹൈഫൻ എടുത്ത എക്സാമ്പിൾ എക്സ്റേ എന്നൂടി എഴുതിച്ചേക്കാം. എക്സ്റേ ആണ് ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം. അയോണൈസിങ് റേഡിയേഷന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എക്സ്റേ. എഴുതിയോ? ഓക്കെ, ഇതെടുക്കാൻ പറ്റിയോ ബാക്കിയുള്ളവർക്കൊക്കെ? അയോണൈസിങ് റേഡിയേഷൻ ഇങ്ങനെ പ്രത്യേകം നോട്ട് ചെയ്ത് എഴുതണം എന്ന് പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള പ്രിന്റഡ് നോട്ടിന്റെ ഒപ്പം എക്സ്ട്രാ നമ്മൾ എഴുതി തരുന്ന ഈ നോട്ടുകളും കൂടി ചേർത്ത് വായിച്ചു പഠിക്കണം. ഓക്കെ, അടുത്ത ടോപ്പിക് നമുക്ക് ഇനി എടുത്താല് എന്തായാലും ഇതാവില്ല, അതുകൊണ്ട് കൂടെ ഓക്കെ. ടീച്ചർ, ആ നാളെ ടീച്ചറിന്റെ ക്ലാസ് ഇല്ലേ? നാളെ ടീച്ചറിന്റെ, അപ്പൊ ഇതാണോ കണ്ടിന്യൂ ചെയ്യുന്നത്? ഇതാണോ? അതെ 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 അതെ, ഇതാ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് ഇനിയിപ്പോ നമുക്ക് 2-3 പേജസ് ഉണ്ട്. അപ്പൊ ഒരു 2-3 മാക്സിമം 2 പേജ് വെച്ചൊക്കെ എടുത്ത് തീർക്കണം. അത്രയധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടാത്ത കാര്യങ്ങള് ഇന്നിപ്പോ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് കുറച്ച് ലാഗായി പോയത്. നിങ്ങൾ ആളുകൾ കുറവാണല്ലോ ക്ലാസ്സിൽ കയറിയ. പിന്നെ മാത്രമല്ല ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണല്ലോ, ഇത് എങ്ങനെയാണ് വിഷൻ എടുത്ത് ഇപ്പൊ ടീച്ചർ അവർക്ക് അറിയില്ലല്ലോ നമ്മൾ എന്താ പറഞ്ഞത് തുടക്കമൊക്കെ. അപ്പൊ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു ഈ കാര്യം തന്നെ. കുറച്ച് പേര് വൈകിയ ക്ലാസ്സിൽ കയറിയ ഇതെന്തൊക്കെയായി കാണിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. അപ്പൊ അത് ഇല്ലാതിരിക്കാനാണ് എടുത്ത് തീരാത്തതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ചാപ്റ്റർ വാങ്ങിച്ചിട്ട് എടുത്ത് തരേണ്ടി വന്നു. അല്ലെങ്കിൽ കുറെ ക്ലാസ് തീർത്തിട്ടില്ല, ഇനി അത് തീർത്ത് റിവിഷൻ ചെയ്ത് വരുമ്പോൾ എപ്പോഴാണ് തീരാ? അപ്പൊ നമ്മുടെ ആ ഒരു ഡ്യൂറേഷൻ ഇല്ലേ, നിങ്ങൾക്കൊരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ ഈ കോഴ്സിന്, അത് വെച്ചിട്ട് നമുക്കത് കറക്റ്റ് ആക്കാൻ പറ്റില്ല. എക്സാമും അതിന്റെ ഇടയിലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ നാളെ എന്റെ ക്ലാസ്സിന്റെ സമയത്ത് ഞാൻ ഇത് എന്റെ ക്ലാസ് മീൻസ് ഞാൻ ഇപ്പൊ ചേർന്നു, നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ടല്ലോ എല്ലാവരും ടീച്ചർ ക്ലാസ് ആണെന്നൊക്കെ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തരുന്നത്. ഇതിപ്പോ ഞാൻ എന്റെ ക്ലാസ് അല്ലായിരുന്നു കയറിയ, സുനിൽ സാറിന്റെ ക്ലാസ്സിന് പകരം കയറിയതാ. അപ്പൊ എന്റെ ഞാനാണ് ചേർന്ന ക്ലാസ്സിലൊക്കെ ഞാൻ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യും തീരുന്നത് വരെ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നോട്ട് എടുത്ത് വെച്ച് വായിച്ചു പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ. നാളെ കാണാം കേട്ടാ. താങ്ക് യു ടീച്ചർ. ഓക്കെ, താങ്ക് യു.
Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. Jasmine, good afternoon. Okay, ഒരാളുള്ളല്ലേ, ജാസ്മിൻ മാത്രമുള്ളല്ലേ? ഉണ്ടായിരുന്നോ? ബാക്കിയുള്ളവരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ടീച്ചർ, പോയതാണ്. അവരിപ്പൊ പോയതാണ്. ടീച്ചർ എനിക്ക് തോന്നി Okay. ഇനി ക്ലാസ് കാണത്തില്ലെന്ന്, ഞാൻ ജസ്റ്റ് ഒന്ന് കേറിയതാണ്. ക്ലാസ് കാണില്ലെന്നോ? ഓ ടീച്ചർ വിചാരിച്ചു 12 മണി വരെ കാണൂ എന്താ എന്നാണ്. ഹലോ, ജാസ്മിനാണോ? ആ തന്നെ ടീച്ചർ. അല്ല ടീച്ചർ എനിക്ക് തോന്നി 12 മണി വരെ ക്ലാസ് കാണൂ, പിന്നെ ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ചു. ഓ, ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ചു, അങ്ങനെയാണോ? ആ ഓ അങ്ങനെയാണ് ടീച്ചർ, അങ്ങനെയാണ്. ഓക്കെ. ആ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ ടീച്ചർ. ഓക്കെ. ഓക്കെ, 1 മിനിറ്റ്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ്